സിനിമാ വിശേഷങ്ങളും രസകരമായ വീഡിയോകളും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഉറിയടിക്കണ്ണനാവണമെന്ന്. മീര ശ്രീനാരായണൻ എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു ഗുരുവായൂരിൽ ആദ്യം ഉറിയടിക്കണ്ണനായിരുന്നത്. ചേച്ചി ഉറിയടിക്കണ്ണനാവുമ്പോൾ ഞാൻ ഗോഭകനായിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉറിയടിക്കണ്ണനാവണം. മൂപ്പയാൾ പോണില്ല, 22 വയസ്സായി, 23 വയസ്സായിട്ട് മൂപ്പയാൾ പോണില്ല. ഇയാളൊന്ന് പോയിട്ട് വേണം ചിലപ്പോൾ മുമ്പിക്കുന്നൊരു ചാൻസ് കിട്ടാൻ. ആള് പോയി. അപ്പോൾ എന്നെ ഒരു അച്യുതൻ കുറുപ്പ് എന്ന് പറഞ്ഞൊരു അവിടുത്തെ നായർ സമാജത്തിലെ ഒരു മാമനാണ്, കുറുപ്പ് മാമൻ വിളിച്ചു പറഞ്ഞു ചെയ്യാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഇത്രയും ആഗ്രഹമായിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പം അമ്മയുടെ ആഗ്രഹം രാധയാക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം കൃഷ്ണനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വേണ്ട, രാധ വേണ്ട, എനിക്ക് കൃഷ്ണൻ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ 2017 ഫസ്റ്റ് ഞാൻ കൃഷ്ണനായത്. അന്ന് അത്ര ഫേമസ് ഒന്നും ആയില്ല. ചെറുതായിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫ് ഹരിമാനോൻ സാറൊക്കെ ഇല്ലേ, അവരൊക്കെ ആയിട്ട് സാറൊക്കെ എടുത്ത ഫോട്ടോസ് കുറച്ച് വൈറലായി. പക്ഷെ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം രാഹുൽ രവി എടുത്ത ഫോട്ടോസ് അതറിഞ്ഞ് രാഹുലേട്ടനെ വിളിച്ച് കുറേ കണ്ണൂരിൽ നിന്നും ഔട്ട് ഓഫ് സ്റ്റേറ്റും ഒക്കെ ഇങ്ങനെ കോളുകൾ വന്ന് ഏതാണ് കുട്ടിയൊന്നും അറിയില്ല. അങ്ങനെ ഇപ്രാവശ്യം അതിലേറെ ഫോട്ടോഗ്രാഫേഴ്സും നിറച്ച്. ഇപ്പോൾ രാഹുലേട്ടനൊക്കെ പറയും ഒരു ഫ്രെയിം എനിക്ക് സ്പെഷ്യലായിട്ട് നീ തരണം കേട്ടോ. ഗോകുലേട്ടനൊക്കെ പറയും നീ ഞങ്ങളാണ് നിന്നെ വൈറലാക്കിയത്, ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഫ്രെയിം തരണം. അങ്ങനെ അവർ ഉറിയടി കഴിഞ്ഞുകൊണ്ട് പൊക്കിയെടുത്ത് കൊണ്ടുപോയി എന്നെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഫ്രെയിം കൊടുത്തു. അങ്ങനെ ഭയങ്കര ഒരു വിചാരിക്കാൻ പറ്റാത്ത, അന്ന് നമ്മളെ എല്ലാവരും വൈഷ്ണവേ അല്ല കണ്ണനാണ് അന്ന് എല്ലാവരും കണ്ണാന്ന്. ആ കണ്ണാന്ന് തന്നെ വിളിക്കുമ്പോൾ നമുക്കൊരു വേറൊരു അനുഭവമാണ്. അവർ കണ്ണനൊന്ന് തൊട്ടോട്ടെ, കണ്ണനൊന്ന് അനുഗ്രഹിക്കൂ. നമ്മളെങ്കാട്ടും വയസ്സ് മൂത്തവര് എന്ന് വെച്ചാൽ 10-60 വയസ്സുള്ളവർക്ക് സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് ഒരു വീഡിയോ ഒന്നും അല്ല, അതിൻ്റെ അപ്പുറം അതിലേറെ രസം ആ ഒരു ഫീലാണ്. കണ്ണാന്ന് വിളിച്ച് ഓരോരുത്തർ വരുമ്പോൾ ഉള്ള ഫീല് അത് വേറൊരു ഫീൽ തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ണനാണ് ഫുൾ എൻ്റെ. അപ്പം കണ്ണൻ ചെയ്യുന്ന ഓരോ നോട്ടീസ് അങ്ങനെ ആവുമല്ലോ, നോട്ടി കഥാപാത്രമാണല്ലോ കണ്ണൻ. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ, അയാൾ വലിക്കുന്ന ആള് വലിക്കുമ്പോൾ ആള് തരില്ല, നമ്മൾ തന്നെ പറ്റിക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ആള് വലിക്കുമ്പോൾ പറ്റിച്ചേ എന്നുള്ളൊരു ഭാവം, അത് സ്വന്തം ക്രിയേഷൻ തന്നെയാണ്. എൻ്റെ മനസ്സിൽ തോന്നി, അത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്കന്ന് നമ്മൾ എന്താ ചെയ്യണേന്നൊന്നൊരു ബോധം ഉണ്ടാവില്ല, ഒക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു തരുന്നതാണ്. ഒക്കെ ഇന്നലെ കുറച്ച് പേര് സ്റ്റേ ആയിരുന്നു ഉറിയടി കഴിഞ്ഞിട്ട് ഇന്നലെ പോയിട്ടുള്ളവര്. അവർ അങ്ങനെ ഞാൻ പറയും നോക്കടാ ഫോട്ടോ നോക്ക്. അവരൊക്കെ പുച്ഛായിരുന്നു, നിനക്ക് വലുത്. പക്ഷെ ഇത്ര വൈറലാവുമെന്ന് അവർ വിചാരിച്ചില്ല. പിന്നെ അവർ മാളോ എന്നെ മാളെന്ന് വിളിക്കാൻ പറ്റുന്ന മാളാണ്. മാളോ നീ വൈറലൈഡിയും എന്ന് വെച്ചാൽ അത്രയ്ക്കും വിചാരിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ഇത്രയ്ക്കാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവർ ആദ്യം വലിയ പുച്ഛായിരുന്നു, വലിയ കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻസ്റ്റയിലേക്ക് 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് പബ്ലിക് ഒന്ന് പ്രൈവറ്റും. ഒന്ന് പബ്ലിക്കിൽ എനിക്കറിയില്ല ശരിക്കും K2K 10K ഒക്കെ കാണിക്കുമല്ലോ. അപ്പോൾ ഈ K വരെ എന്താ ചെയ്യുക, ഞാൻ അങ്ങനെ ചോദിക്കുക. നീ Kക്കൊന്നും ആയിട്ടില്ല മാളോ, നീ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ 10K വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്ക് എൻ്റെ മാളോ ക്ഷമി നന്ദി. പക്ഷെ അവർ പറയാ എനിക്ക് നിന്റെ ഫ്രണ്ടാണല്ലോ എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമാണെന്ന് അവർ പറയും. ഇപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഫ്രണ്ട്സൊക്കെ,
കളിയാക്കിന് സോറി ഇട്ടാ, നീ ഇത്രയ്ക്കും വിചാരിച്ചില്ല. ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലായാലും ഇപ്പോൾ ക്ലാസ്സിലത്തെ ഗ്രൂപ്പ് ഒക്കെ ഇങ്ങനെ ഇപ്പോൾ കുറേ ടിക്ടോക്ക് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ചെറുപ്പം തൊട്ടിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴത്തെ ആളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രോൾ ടിക്ടോക്ക് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് തന്നെ പറയാടാ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ പോലും ഇല്ലല്ലോടാ അത്രയധികം ഫോട്ടോസ്, ലോകത്തിൻ്റെ കയ്യിലാണല്ലോ ഫോട്ടോസ്. അപ്പോൾ ഞാൻ പറയും സാരല്ല, നിങ്ങൾക്കൊന്നും തന്നെ വിലയില്ലല്ലോ, നാട്ടുകാർക്കൊന്നും ഒക്കെ ലോകത്തിനാണ് തന്നെ വില. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു ഇന്നലെ ചാറ്റ്. 10th വരെ അമൃത വിദ്യാലയം ചാവക്കാട് അമൃത വിദ്യാലയത്തിലാണ് പഠിച്ചിരുന്നത്. +1 +2 സീക്രട്സ് തൃശ്ശൂർ സീക്രട്സ്. ഇപ്പോൾ സെൻറ്റ് തോമസ് BCom സെക്കൻഡ് ഇയർ ആണ്. പിന്നെ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ഛമ്മ. ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ അച്ഛനമ്മ തന്നെ എൻ്റെ ഗുരു. അച്ഛൻ ഭരതനാട്യം കുച്ചിപ്പുടി നോക്കും, അമ്മ മോഹിനിയാട്ടം നോക്കും. ഫോക്ക് അച്ഛൻ മെയിൻലി ഭരതനാട്യം ക്ലാസിക്കലാണ്. ഫോക്ക് ഞാൻ ചെറുപ്പത്തിൽ പെരുമ്പിലാവ് ആനന്ദമാഷിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. LKG UKG പ്രകാശ് മാഷിൻ്റെ അടുത്ത്, പിന്നെ പെരുമ്പിലാവ് ആനന്ദമാഷിൻ്റെ അടുത്ത്, ഇപ്പോൾ ജോബ് മാഷിൻ്റെ അടുത്ത്. ഞാൻ ഐറ്റം കോറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫാഷൻ യൂണിക്കിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. രാധേ ശ്യാം എന്നായിരുന്നു അവരുടെ പ്രോഗ്രാമിൻ്റെ പേര്. ഞങ്ങൾ രാധാ മാധവ് എന്ന പേരിൽ ഒരു 11 പേര് ഒത്തിട്ടുള്ളൊരു രാധയും കൃഷ്ണനും കണ്ടുമുട്ടൽ തൊട്ട് മുതൽ അവർ വൃന്ദാവനത്തു നിന്ന് പിരിയുന്ന വരെയുള്ളൊരു സ്റ്റോറി 1.5 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാം നിർത്താണ്ട് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂ ആയിട്ട്. എനിക്ക് പാഷൻ ഡാൻസ്. ജോലി വേണം, ജോലിയുടെ ഒപ്പം ഡാൻസ് പെർഫോം. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റുന്ന ജോലിയാണ് എനിക്ക്. അങ്ങനെ അതാണ് എൻ്റെ ആഗ്രഹം. ഡാൻസ് വിടില്ല, ഡാൻസ് പാഷനാണ്. ചെറുതായിട്ട് വരയ്ക്കും, അങ്ങനെ നോക്കി വരയ്ക്കും, അല്ലാണ്ട് ഭാവന വരെയൊന്നുമില്ല, അങ്ങനെ നോക്കി വരയ്ക്കും. പിന്നെ വരയ്ക്കും, ഇത്രയേ ഉള്ളൂ. BDയിൽ 6 അംഗമായിരുന്നു. 4 ഗോപന്മാർ, കൃഷ്ണ, ഞാൻ, പിന്നെ കുചേലൻ. ഇത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ മുന്നേ തുടങ്ങി വന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരു ശർമ്മ സാർ എന്ന് പറയും, ശർമ്മ സാറായിരുന്നു അവരെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ മീര ചേച്ചിനെ അങ്ങനെ മാറി ഇപ്പോൾ ആൾക്ക് വയസ്സായി, പഠിപ്പിക്കാനുള്ള ഇതൊന്നുമില്ല, വയസ്സായി. കഴിഞ്ഞിപ്പോൾ 3 വർഷം ഞാൻ കണ്ടിന്യൂ ആയ കാരണം ഇപ്രാവശ്യം ഞാൻ തന്നെ അവരെ ഡീൽ ചെയ്തത്. പുതിയ ഗോപന്മാരായിരുന്നു കുറച്ച് പേര്, അവരെ ഞാനായിരുന്നു പഠിപ്പിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മകളായി ജനിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം. നമുക്ക് എല്ലാ വക അനുഗ്രഹങ്ങളും ആരോഗ്യം ആയുസ്സും ഭഗവാൻ കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രതീക്ഷയാണ് ലോകം അറിയണം, മൊത്ത പ്രോഗ്രാംസുകൾ നന്നായി ചെയ്യണം, കിട്ടണം. പിന്നെ കൂടി ഒരു ജോലി അവൾക്ക് വേണം, അതൊരു പ്രതീക്ഷ തന്നെയാണ്. അതിനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്, അവളുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ശ്രമിക്കും, നേടിയെടുക്കും. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഇതൊക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നല്ലാതെ അതിലുപരി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. സത്യത്തിൽ അവരുടെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് ഇത്തരം ഒരു അവസരം ലഭിച്ചതിനുള്ള വളരെയധികം സന്തോഷം, ആനന്ദം അവർക്ക് ഉണ്ട്. അവരൊക്കെ എപ്പോഴും വിളിച്ച് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അഭ്യസിക്കുന്നുണ്ട്, അഭ്യസിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മുത്തകല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജന്മം കൊണ്ടൊക്കെ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നല്ലാതെ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ വൈഷ്ണവയെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ
ഒരു 2.5 വയസ്സ് തൊട്ടിട്ട് ആണെങ്കിൽ അഭ്യസിച്ചു തുടങ്ങി എന്ന് പറയാം. ഒരു കോമൺ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട്, അതായത് ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു ഐറ്റം പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്ന സമയത്ത് അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് കുട്ടി ക്ലാസ് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഇദ്ദേഹം വന്നിരുന്നിട്ട് പറയുന്നത്, അച്ഛ പാട് എന്ന് പറഞ്ഞാൽ, അന്ന് ഭാഷ പോലും ആൾക്ക് ശരിക്കും വരില്ല, ഭാഷ കുറച്ച് വൈകിട്ട് ആൾക്ക് വന്നിട്ടുള്ളത്. അപ്പം അച്ഛ പാട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സിനിമാ പാട്ട് പാടി കൊടുത്തു. എനിക്ക് പാട്ട് അങ്ങനെ വരുമൊന്നുമില്ല, എന്നിരുന്നാൽ പോലും പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആള് അതല്ല, വേറെ പാട്ട് പാട്, മറ്റേ പാട്ട് പാടുന്നു പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ വേറെ പാട്ട് പാടി കൊടുത്തു. അന്ന് ചേച്ചി പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആള് ആ ചേച്ചി കളിച്ച പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വരി പാടിക്കൊടുത്ത് അടുത്തത് പാടാൻ പറഞ്ഞു. അപ്പോൾ പാടിക്കൊടുത്തപ്പോൾ ആൾ ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തത് ഉള്ള അഭിനയം ആളിരുന്ന് കാണിച്ച് തരുമായിരുന്നു. അതായത് മുരുകൻ്റെ ഒരു വളക്കച്ചവടക്കാരനായിട്ട് വേഷം മാറി വന്നിട്ട് വളമിട്ട് കൊടുക്കുന്നതും വള്ളിയുടെ കയ്യിൽ പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ളായിരുന്നു രംഗം. അതൊക്കെ ആളെങ്ങനെ ഉൾക്കൊണ്ടു, അത് അതേപോലെ തന്നെ എനിക്ക് ഏകദേശം വലിയ മാറ്റമില്ലാതെ ആൾ കാണിച്ചു തരികയാണ് പാടിക്കൊടുത്തപ്പോൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾക്ക് ഉള്ളിൽ എന്തൊക്കെയൊക്കെ എടുക്കുന്നുണ്ട്, അത് ഇൻബോണായിട്ട് തന്നെ എടുക്കുന്നൊരു സംഭവമാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നമുക്ക് വിദ്യാരംഭം അടുത്ത ദിവസം വരികയാണല്ലോ, അപ്പോൾ അടുത്ത വിദ്യാരംഭത്തിനാണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങി. അപ്പോൾ ഏകദേശം 2.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അന്ന് ചവിട്ടാറൊന്നും ആയിട്ടില്ല, എന്തെങ്കിലും ചവിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ നല്ലൊരു അധ്യാപികയുടെ സ്ഥാനം കൈകാര്യം ചെയ്യാൻ ആൾക്ക് പറ്റുന്നുണ്ട്. നല്ല ഒരു കൊറിയോഗ്രാഫറും കൂടിയാണ് ആൾ. അപ്പോൾ ഇപ്പോൾ 19 വയസ്സ് ആയി. ഇതുവരെ ആൾ അന്ന് തൊട്ടിട്ടേ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അവസരങ്ങളും ആൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, നല്ല നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ CBSE സ്കൂൾ അമൃത വിദ്യാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു LKG തൊട്ട് തന്നെ അവർ കോമ്പറ്റീഷന് പങ്കെടുപ്പിക്കുക. അപ്പോൾ നാടോടി നൃത്തം പോലത്തെ സംഭവങ്ങളൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഇങ്ങനെ അവിടുത്തെ SSLC അവരുടെ 10ാം ക്ലാസ് കഴിയുന്നവരെ ആൾ തന്നെയായിരുന്നു. മിക്കവാറും സ്റ്റേറ്റ് ഫസ്റ്റ്, സെക്കൻഡ് പല വിഷയത്തിൽ, അതായത് ഫോക്ക്, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഈ വിവിധ ഇനങ്ങളിൽ മാറി മാറി എപ്പോഴും ആൾ ഓരോ 1ാം സ്ഥാനം തന്നെ ഒരു സ്ഥാനം കൈവരിച്ചിങ്ങനെ പോന്നുകൊണ്ടേ ഇരുന്നിരുന്നു. ഇപ്പോൾ അതിന് ശേഷം കേരള സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുകയുണ്ടായി. അത് അവിടെയും മികച്ച പ്രകടനം തന്നെയാണ് ആൾ കാഴ്ചവെച്ചിരുന്നത്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം D-സോണിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. D-സോണിൽ ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. പക്ഷെ ആൾ ചില എന്താ പറയുക സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് ഇൻ്റർസോണിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം ഇവിടെ വീടിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോഴത്തെ കുറേ ഇതിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിലും ഇപ്പം ഞങ്ങളിപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം ഡിസൈൻ ചെയ്യാറാണ്. അപ്പോൾ നമ്മൾ പാട്ട് എഴുതിക്കുന്നു, അത് ടോൺ ചെയ്യിക്കുന്നു, അത് കൊറിയോഗ്രാഫി ചെയ്യുന്നു, പിന്നെ സ്റ്റുഡിയോ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് അതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ആ വർഷത്തിൽ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഇൻ്റർസോണിന് പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അവസരം ആൾക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും കോളേജിനൊക്കെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അതിപ്പോൾ ഈ വർഷം എന്തായാലും നികത്തി കൊടുക്കാമെന്ന് അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ വീടിനടുത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. വളരെ എക്സൈറ്റഡ് ആണ്. നന്നായി കളിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു തരും. ഭയങ്കര കമ്പനിയാണ്.
എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്നെ പഠിപ്പിക്കണ എനിക്ക് ഭയങ്കര ഇത്ര അടുത്തല്ലേ, പക്ഷെ ബാക്കിയുള്ളവർ പറയുമ്പോൾ അവർ പറയും വലിയൊരാളാണ്. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്നെ പഠിപ്പിക്കണ ഒരു ഗുരു എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളെ പഠിപ്പിക്കണ ടീച്ചറാണ്, ഞങ്ങൾക്കും അറിയാമെന്ന് പറയും. ആളുടെ കൊറിയോഗ്രഫിയൊക്കെ സൂപ്പറാണ്. പിന്നെ വെറൈറ്റി സ്റ്റെപ്സാണ് എടുക്കുക. നമ്മൾ കണ്ടുപടുത്ത സ്റ്റെപ്സിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ളത് സൂപ്പറാണ്. കാണപ്പോൾ വളരെ സന്തോഷമായി. എൻ്റെ പെറ്റാണ് ചേച്ചി നന്നായി പറഞ്ഞുതരും.